നിങ്ങളുടെ വീട്ടിലെ പഴയ ഇൻവെർട്ടർ മാറ്റാറായ നിങ്ങൾക്ക് സോളാർ ഓപ്ഷനുള്ള ഒരു ഇൻവെർട്ടർ ഞാൻ കാണിച്ചു തരട്ടെ. നിങ്ങൾക്ക് ഇത് വീട്ടിലെ സാധാരണ ഒരു ഇൻവെർട്ടറായിട്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം. ഇനി സോളാർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് MPPT വെച്ചിട്ട് സോളാർ കണക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ചാർജിങ്, അതായത് KSIയുടെ ചാർജിങ് ഓൺ ഓഫും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെർട്ടർ നമുക്ക് കണ്ടാലോ. ഇതാണ് 1050 VA സോളാർ ഓപ്ഷനുള്ള നമ്മളുടെ ഇൻവെർട്ടറിൻ്റെ, അതായത് സോളാർ ചാർജിങ് ഓൺ ഓഫ് ഉള്ള സോളാർ ആക്കാൻ പറ്റിയ ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് വശത്തെ വ്യൂ എന്നത്. അതായത് ഇതിനകത്ത് നമുക്ക് MPPT വെച്ചിട്ട് നമുക്ക് സോളാർ ആക്കണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധാരണ ഒരു ഇൻവെർട്ടറായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കുകയും ചെയ്യാം. ഈ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ട, ഇതാണ് നമ്മളുടെ സോളാർ ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച്, അതെങ്കിൽ സോളാർ മോഡ് സ്വിച്ച്. ഇത് ഓഫ് പൊസിഷനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധാരണ KSEBിൽ വർക്ക് ചെയ്യണ ഒരു ഇൻവെർട്ടറായിട്ട് ഇത് വർക്കാവും. ഇത് ഓണാക്കി ഇട്ടിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം സംഭവിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഇൻവെർട്ടറിൻ്റെ ഉള്ളിലുള്ള ചാർജർ ഓഫാവും. പിന്നെ നമുക്ക് MPPT വഴിയായിരിക്കുള്ളൂ നമ്മളെ ചാർജ് തരുന്നത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിനകത്ത് നമ്മളിവിടെ ഫേസിന് ന്യൂട്രൽ ഔട്ട്പുട്ട് നേരെ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്തിടാം. അതായത് MPPTയിൽ റിലേ ഔട്ട് കണക്ഷൻ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു ഇൻവെർട്ടർ സോളാർ ഓപ്ഷൻ ഓണാക്കി ഇട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി 14 വോൾട്ട് എത്തുമ്പോൾ ഈ ഇൻവെർട്ടർ തനിയെ ഓണാവുകയും ബാറ്ററി വോൾട്ടേജ് കുറഞ്ഞ് നമ്മുടെ ഡിഫോൾട്ട് 12 വോൾട്ടിൽ ആയിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബൈപ്പാസ് ചെയ്തിട്ട് KSEBിലേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ കൂടുതലായിട്ട് കണക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾ MPPTയിൽ ബാറ്ററി ലൈൻ കൊടുക്കുക, അതുപോലെ തന്നെ സോളാർ പാനൽ ലൈൻ കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു സോളാർ ഓപ്ഷൻ ഓണാക്കി ഇട്ടാൽ മാത്രം മതി. ഈ ഇൻവെർട്ടർ വാങ്ങണമെന്നുണ്ടെങ്കിലേ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ആകെ ഒരു ഷോർട്ട് എന്ന് വെച്ചാൽ 3 മിനിറ്റ് ഉണ്ടാവുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഹോം പേജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.